CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് യൂത്ത് നേതാക്കൾ എന്ന് പറയുന്ന വയനാട് ജില്ലാ സെക്രട്ടറി, മന്ത്രി, DYFIയുടെ ഭാരവാഹി, യൂത്താണ്. നമ്മൾ ഒരു ലുക്കിൽ യൂത്താണ്. യൂത്ത് ഇതവരൊക്കെ ഇല്ലതാ. DYFI സംസ്ഥാന സെക്രട്ടറി സനോജ്, പ്രസിഡന്റ് വസീഫ്, DYFI നേതാവ് വയനാട് പാർട്ടി ജില്ലാ സെക്രട്ടറി റഫീഖ്, ഇവരൊക്കെയല്ലേ യൂത്ത്. നമ്മൾ പ്രായം കൊണ്ട് യൂത്ത് ആണെങ്കിലും പദവി കൊണ്ട് സീനിയറായി. അതെ അതെ, എല്ലാവരും നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ചേർന്നാണല്ലോ. എല്ലാ പ്രായക്കാരും എല്ലാ മേഖലയുള്ളവരും എല്ലാവരും ചേർന്നാണല്ലോ നമ്മുടെ പാർട്ടി. സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ മന്ത്രിസ്ഥാനത്തുള്ള പ്രവർത്തനങ്ങൾ, തുടർഭരണം ഭയങ്കരമായി പ്രതീക്ഷിക്കുന്നു. അത് കിട്ടുമെന്ന് പാർട്ടി കരുതുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു നയരേഖ ഉണ്ട്. അതൊരു തുടർഭരണത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു 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 ആയുധമാവില്ലേ? അല്ല, പാർട്ടി സംസ്ഥാനം നമ്മളിത് പല കാര്യം ചർച്ച ചെയ്യും. അതിലൊന്ന് പാർട്ടി സംഘടനയാണ്. പാർട്ടി എത്രത്തോളം വളർന്നു, പുതുതായി എത്ര പേര് പാർട്ടിയിലേക്ക് വന്നു, ഇനി പാർട്ടിയെ വളർത്താൻ എന്തൊക്കെ ചെയ്യണം, ഓരോ മേഖലയിലും പാർട്ടിയുടെ ഇടപെടൽ എങ്ങനെ നടത്തണം, ഓരോ പ്രദേശത്തും പാർട്ടിയുടെ ഇടപെടൽ എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഓരോരുത്തരും സ്വയം തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടോ, വരുത്തേണ്ട മാറ്റം എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ ചർച്ച ചെയ്യും. ഇതൊക്കെ ചർച്ച ചെയ്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ച് റിപ്പോർട്ടിൻ്റെ മുകളിൽ ഓരോ ജില്ലയും ഗ്രൂപ്പ് ചർച്ച, ഗ്രൂപ്പ് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഓരോ ജില്ലയും ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ചർച്ച നടത്തി അതിൽ നിന്നും പൊതുചർച്ചയ്ക്ക് ചില ആളുകളെ നിശ്ചയിക്കും. അവർ പൊതുചർച്ച നടത്തി ആ പൊതുചർച്ചയിൽ വിമർശനം ഉണ്ടാവും, സ്വയവിമർശനം ഉണ്ടാവും. അതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി മറുപടി പറയും. ആ മറുപടി പറഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ജനാധിപത്യപരമായി വളരെ ഒരു ആവേശം നൽകുന്ന കാര്യമാണ്. മറ്റേത് വലതുപക്ഷ പാർട്ടികൾക്കുണ്ട് ഈ രീതി? നിങ്ങൾ പരിശോധിച്ച് നോക്കും. നിങ്ങളത് ചർച്ച ചെയ്യേണ്ട വിഷയം അതാ. കോൺഗ്രസ് ഇതുപോലൊരു സമ്മേളനം നടത്തിയിട്ടുണ്ടോ? നടത്താതിരിക്കുന്ന നല്ല ക്രമസമാധാനത്തിനെ തകരും. ഞങ്ങളിപ്പോൾ ഒരു ഭരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. നടത്തിയുള്ള അവസ്ഥ എന്തായിരിക്കും? ചർച്ച ചെയ്തിട്ടുണ്ടോ? അത് പരിശോധിക്കണ്ടേ? BJP നടത്തിയിട്ടുണ്ടോ? ഇത് സമയബന്ധിതമായി 3 വർഷമാകുമ്പോൾ സംസ്ഥാന സമ്മേളനം നടത്തുന്നു, എല്ലാ കാര്യവും ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതൊരു ആവേശമാണ്. അപ്പോൾ നിങ്ങൾ അത് കുറേ കൂടി ഈ പാർട്ടിയുടെ ഈ ജനാധിപത്യ സംവിധാനത്തെ ഒന്നും കൂടി ഉഷാറാക്കി പറയണം.